സമസ്തയുടെ കാര്യത്തിലുണ്ടാകുന്ന അടിയൊഴുക്കുകൾ അതൊക്കെ ഏത് തലത്തിൽ മണ്ഡലത്തെ സ്വാധീനിക്കും, സ്ഥാനാർത്ഥികളെ, ചിഹ്നങ്ങളെയൊക്കെ സ്വാധീനിക്കാം? പ്രതീക്ഷ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ സമസ്ത വോട്ടുകൾ ഏത് തിരഞ്ഞെടുപ്പിൽ എന്ത് സ്വാധീനമുണ്ടാക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയൊരു ടെസ്റ്റ് ഡോസ് ആയിരിക്കും പൊന്നാനി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം കുറച്ചു കാലങ്ങളായി മുസ്ലിം ലീഗും സമസ്തയും തമ്മിലൊക്കെ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ അടക്കിപ്പിടിച്ച പ്രതിഷേധവും അസ്വാരസ്യമൊക്കെ സമസ്തക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഇത് പ്രകടിപ്പിക്കാനുള്ള, പ്രതിഫലിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി തിരഞ്ഞെടുപ്പാണെന്ന് അവർ കാത്തു നിൽക്കുകയായിരുന്നു. അത് സമസ്ത മുഴുവനായല്ല, സമസ്തയിലെ വലിയൊരു വിഭാഗം സമസ്തയുടെ സംഘടനാ ശരീരത്തിൽ വലിയ സ്വാധീനമുള്ളൊരു വിഭാഗമാണ്. പ്രവർത്തകരിലേക്ക് അത് എത്രത്തോളം ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. പക്ഷേ ഏറ്റവും മാറ്റിക്കുറുക്കിയേറ്റാൽ ഒരു 10-15% വളരെ കൃത്യമായി അവരുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ലീഗിനെതിരെ വോട്ട് മറിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. ഒരു കാര്യം വളരെ കൃത്യമാണ്, അത് മണ്ഡലത്തിൽ വളരെ കൃത്യമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഹംസയുടെ സ്ഥാനാർത്ഥിത്വം മുതൽ തന്നെ, തുടക്കം മുതൽ തന്നെ അവർ നടത്തിയിരുന്നു. ഈ ഹംസയുടെ ഷഹീദ് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എത്രത്തോളം സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും വോട്ടിംഗ് പാറ്റേണിൽ വളരെ ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്യുന്ന ആളുകളാണ് പൊന്നാനിയും മലപ്പുറത്തൊക്കെയുള്ള ആളുകൾ. അത്തരത്തിൽ ഇത്തവണ ഇടതിനൊപ്പം എന്ന വിധത്തിലൊരു വികാരം ആ മണ്ഡലത്തിൽ പ്രകടമാക്കുന്നുണ്ടോ, അതോ രാഹുൽ ഗാന്ധി ഫാക്ടർ എത്രത്തോളം ഇപ്രാവശ്യവുമുണ്ട്? മധു, ഈ രാഹുൽ ഗാന്ധി ഫാക്ടറും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ദേശീയ രാഷ്ട്രീയ കാഴ്ചപ്പാടും ഒക്കെ തന്നെ മണ്ഡലത്തിലുള്ളത്. പക്ഷേ അതിനെല്ലാം അതീതമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ലീഗ് വിരുദ്ധമായി സമസ്തക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന വികാരം. അവിടെ സമദാനിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ കൂടി അവിടെ ആളുകൾ, അവിടുത്തെ സമസ്തക്കാർ അല്ലെങ്കിൽ ലീഗുകാരൊക്കെ സ്ഥാനാർത്ഥിയായി കാണുന്നത് സാദിഖ് അലി തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയും തന്നെയാണ്. അതായത് തങ്ങൾക്കെതിരെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ലീഗ് നേതൃത്വത്തിനകത്ത് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രതിനിധിയായാണ് അവർ സമദാനിയെ കാണുന്നത്. സമദാനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമസ്തയുമായി വേറെ തരത്തിൽ ചില ബന്ധങ്ങളൊക്കെയുള്ള ആളാണ്. പക്ഷേ ആ കാര്യങ്ങളല്ല പരിഗണിക്കുന്നത്. തങ്ങൾക്കെതിരെ നടന്ന ലീഗിനകത്ത് ലീഗിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ നീക്കങ്ങൾ, CIC ഉൾപ്പെടെ തുടർച്ചയായി കുറേ വിഷയങ്ങൾ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇത്തരം നീക്കങ്ങൾക്ക് ഒരു പ്രതികാരം ചെയ്യാനുള്ള ഒരു വഴിയായാണ്, അവസരമായാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതവർക്ക് എത്രത്തോളം പ്രതിഫലിപ്പിക്കാൻ കഴിയും, പ്രകടിപ്പിക്കാൻ കഴിയും. എന്തായിരിക്കും LDFന്റെ കരുനീക്കങ്ങൾ? അത് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഇത്തരം നേരത്തെ നമ്മളൊക്കെ പറഞ്ഞ, രതീഷ് പറഞ്ഞ ഘടകങ്ങളൊക്കെ എത്രത്തോളം അത് അനുഗുണങ്ങളാക്കി മാറ്റാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട.